നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ഇന്ന് അവസാനമാവുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്ന് 12:20 മുതൽ നടക്കും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാംലല്ല വിഗ്രഹം രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കും. പ്രധാന യജമാന പദം വഹിക്കുന്ന അദ്ദേഹം ഇന്ന് രാവിലെ 10:55ഓടെയാകും അയോധ്യയിൽ എത്തുക. ഏകദേശം 5 മണിക്കൂറുകളോളം അദ്ദേഹം രാമഭൂമിയിൽ തങ്ങും. 84 സെക്കൻഡാണ് പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തം. ഉച്ചയ്ക്ക് 12:29 8 സെക്കൻഡ് മുതൽ 12:30 32 നാഴിക വരെയുള്ള പവിത്രമായ അഭിജിത്ത് മുഹൂർത്തത്തിലാകും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. 10:25 പ്രധാനമന്ത്രി അയോധ്യ വിമാനത്താവളത്തിലെത്തും. 10:55 ഹെലികോപ്റ്റർ മാർഗം അയോധ്യ ഹെലിപ്പാഡിലെത്തും. 11 മുതൽ 12 വരെ രാമജന്മഭൂമി പരിസരത്ത് പര്യടനം. 12:05 മുതൽ 12:55 വരെയാകും പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ. ഈ സമയം രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ കണ്ണുകൾ തുറന്ന് അഞ്ചലമെഴുതും. വിഗ്രഹത്തെ കണ്ണാടി കാണിക്കും. ഭഗവാൻ തന്നെ ആദ്യം ഭഗവാനെ കാണുന്നു. ഈ സമയം ക്ഷേത്രത്തിൽ പുഷ്പവൃഷ്ടി ഉണ്ടാകും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രധാനമന്ത്രി സർസംഘ് ചാലക് യോഗി ആദിത്യനാഥ് എന്നിവർ പൊതുസമ്മേളനം നടത്തും. 2:10 രാമജന്മഭൂമി പരിസരത്തെ കുബേർ ടിലയിൽ സന്ദർശനം നടത്തും. ശിവക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്കായി പ്രത്യേക സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീരാമന്റെ വരവോടെ ബ്രഹ്മകുണ്ഠിൽ വസിച്ചിരുന്നതുപോലെ പണ്ടുമുതലേ ശ്രീരാമന്റെ ജന്മസ്ഥലത്തിനടുത്തായി മഹാദേവൻ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുബേർ ടിലയിൽ ശ്രീരാമന്റെ ദാസനായി കുബേരൻ തന്റെ രാജ്യമായ അയോധ്യയിൽ സമ്പത്തിന്റെയും മഹത്വത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു എന്നാണ് വിശ്വാസം. അയോധ്യയിൽ പുതുതായി സ്ഥാപിച്ച ജഡായു പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തിയേക്കും. രാവണനിൽ നിന്ന് സീതാദേവിയെ രക്ഷിക്കാൻ ശ്രമിച്ച ജഡായുവിന് രാമായണത്തിൽ നിർണായക പങ്കാണ് ഉള്ളത്. 3:30ഓടെ പ്രധാനമന്ത്രി തിരികെ മടങ്ങിയേക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി 110 കലശങ്ങളിലെ പുണ്യജലത്തിനാൽ അഭിഷേകം നടത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഔഷധജലവും വിശുദ്ധജലവും അടങ്ങിയ കലശങ്ങളാണ് ഇത്. ഇതോടനുബന്ധിച്ച് ഹോമങ്ങളും മറ്റ് ആരാധനകളും നടന്നു. ആചാരമണ്ഡപത്തിൽ ഭഗവാന്റെ പഴയ വിഗ്രഹവും പൂജിക്കുന്നുണ്ട്. പ്രാണപ്രതിഷ്ഠയോടെ പഴയ വിഗ്രഹം ഉത്സവ വിഗ്രഹമായി മാറും. പൂജകൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പൂക്കളാണ് ഉപയോഗിച്ചത്. പ്രധാനമായും ചെന്നൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പൂക്കളാണ് ഉപയോഗിച്ചത്. ജനുവരി 16 പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചത്. ഉച്ചകഴിഞ്ഞ് സരയൂ നദിയിലെ പ്രധാന ചടങ്ങുകളോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. ജനുവരി 17 വിഗ്രഹം ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ എത്തിച്ചു. ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രാണപ്രതിഷ്ഠ. വലിയ ആവേശവും കാത്തിരിപ്പുമാണ് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപായി അയോധ്യാവാസികളിൽ നിറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാന പങ്കുവഹിക്കും. ലക്ഷ്മികാന്ത് ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലുള്ള ആചാര്യന്മാരാണ് ചടങ്ങുകൾ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.